ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്ന പൊട്ടറ്റോ ട്വിസ്റ്റർ എന്ന വളരെ ഈസി ആയ റെസിപ്പിയുമായിട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊട്ടറ്റോ ട്വിസ്റ്റർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ ട്വിസ്റ്ററാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ബാംബൂ സ്റ്റിക്കും പൊട്ടറ്റോയും. അപ്പം നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ബാംബൂ സ്റ്റിക്ക് എടുക്കുക, ഒരു പൊട്ടറ്റോ എടുക്കുക. ആ പൊട്ടറ്റോ ഇത് കണക്ക് ഇവിടെ നമ്മളിങ്ങനെ കയറ്റി ഈ ബാംബൂ സ്റ്റിക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അപ്പുറത്തെ വശത്ത് കൂടെ ഇങ്ങനെ വരും. കണ്ട. ഇനി നമുക്കിത് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് മുറിച്ച് വിടാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാഷ് ചെയ്ത പൊട്ടറ്റോ ആണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തേക്കുന്നത്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് മുറിച്ചെടുക്കാം. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതൊരു 5 രൂപ കോയിൻ്റെ വലിപ്പം. അപ്പം ഇനി നമുക്കിതൊന്ന് വിടർത്തിയെടുക്കാം. ഈ കമ്പിലേക്ക് നമ്മൾ ഈ ബാംബൂ സ്റ്റിക്കിൽ ഈ പൊട്ടറ്റോ കയറ്റുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് കറക്കി കൊടുക്കണം പൊട്ടറ്റോ അതിനകത്ത് വെച്ച്. എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് വിടർത്തിയെടുക്കാൻ പറ്റൂ. ബാക്കിയുള്ള പൊട്ടറ്റോകൾ നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ എല്ലാം ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കറക്കാതിരിക്കാൻ വേണ്ടി നമ്മളത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കുന്നത് വരെ ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. പൊട്ടറ്റോ ട്വിസ്റ്ററിന് നമുക്ക് മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 2 ടീസ്പൂൺ മൈദ നമുക്കിതിലേക്ക് ഇടാം. 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്. കളർ കിട്ടാനായി ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ഇടുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസായിട്ട് കിട്ടണം നമുക്കിത്. അപ്പം നമ്മുടെ പൊട്ടറ്റോ ട്വിസ്റ്ററിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് കിട്ടും മസാല. റെഡിയാക്കി വെച്ചേക്കുന്ന പൊട്ടറ്റോയുടെ മുകളിൽ നമുക്ക് ഈ മസാല ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. മാക്സിമം നമ്മുടെ മസാല എല്ലാ ഭാഗത്തും എത്താൻ നോക്കണം. ഒരുവിധം നന്നായിട്ട് നമ്മുടെ മസാല ഈ പൊട്ടറ്റോയിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൊട്ടറ്റോ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ഒരുവിധം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. തിരിച്ചിട്ട് കൊടുക്കാം. നല്ലോണം മൂത്ത് വരട്ടെ. നന്നായിട്ട് ഫ്രൈ ആവും. നമ്മുടെ പൊട്ടറ്റോ ട്വിസ്റ്റർ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. നമുക്ക് അടുത്ത പൊട്ടറ്റോ ട്വിസ്റ്റർ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇത് നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ പൊട്ടറ്റോ ട്വിസ്റ്റർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണമെങ്കിൽ സ്പൈസിക്ക് വേണ്ടി ഒരു മസാല നമുക്ക് ചേർക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന പൊട്ടറ്റോ ട്വിസ്റ്റർ എടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇതിട്ട് കൊടുക്കുന്നത്. ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ പൊട്ടറ്റോ ട്വിസ്റ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയ ഒരു പൊട്ടറ്റോ ട്വിസ്റ്ററാണ്. നമ്മുടെ വീട്ടിലുള്ള വിഭവങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.